മോദി എന്ന് പറയുന്ന ഫാക്ടർ അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന മുഴുവൻ ഈ പ്രചാരണ കാലത്തും വ്യക്തമായതിനു ശേഷം പോലും അവിടെ മൂന്നാം ഊഴം സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഘടകം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൃത്യമായ സാമുദായിക സമവാക്യങ്ങൾ 28% ജാട്ട് വോട്ടുകളും 22% വരുന്ന ദളിത് വോട്ടുകൾക്കും അപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയ വോട്ടുകളെ സമാഹരിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. പി ബസന്ത് ഉണ്ട്. ബസന്ത്, കോൺഗ്രസ് പ്രതീക്ഷ കൈവിട്ട് കഴിഞ്ഞോ? BJP ഉറപ്പിച്ചു കഴിഞ്ഞോ? വളരെ കൃത്യമായി ഹരിയാന ഇതൊരു സൂചനകളാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ വിലയിരുത്തുന്നത് പോലെ തന്നെ ഒരു ജാട്ട് വിരുദ്ധ വികാരം വരുന്നു. മാത്രമല്ല ഒരു പിന്നാക്ക ഏകീകരണം BJPക്ക് അനുകൂലമായി വരുന്നു. ദളിത് വോട്ടുകളും BJPക്ക് അനുകൂലമായിരുന്നു. ദളിത് വോട്ടുകൾ വരുന്നതിന് മറ്റൊരു കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കുമാരി ഷെൽജയുടെ നിലപാടായിരുന്നു. ഷെൽജ പ്രചരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അവർ ഇടഞ്ഞു തന്നെയാണ് നിന്നത്. ഈവൻ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്ന ആ വേദിയിൽ പോലും ഷെൽജ വരാത്തൊരു സാഹചര്യം ഹരിയാനയിൽ ഉണ്ടായിരുന്നു. ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ ഒരു ദളിത് മുഖമാണ് ഷെൽജ എന്ന് പറയുന്നത്. അപ്പോൾ ഷെൽജയ്ക്കെതിരെയുള്ള ഒരു നീക്കമായി തന്നെ ഇത് കോൺഗ്രസിനുള്ളിലും ദളിതുകൾക്കിടയിലും വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ ദളിത് വോട്ടുകൾ BJPയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയുക. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് ജാട്ട് ദളിത് മുസ്ലിം കോമ്പിനേഷൻ അവരെ അധികാരത്തിലെത്തിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അത് ശരിയാണ്. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ 27% ജാട്ട് വോട്ട്, 21% ദളിത് വോട്ടും ഏകദേശം 3.8% മുസ്ലിം പിന്നാക്ക ന്യൂനപക്ഷ വോട്ടുകളുമുള്ള ഒരു സംസ്ഥാനത്ത് അത് ധാരാളം ജയിക്കാൻ മതിയാവുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അവിടെയാണ് കോൺഗ്രസിന് അടിപറ്റിയത് എന്ന് വേണം. ഒന്ന് ഷെൽജയുടെ ഇടച്ചിൽ, അല്ലെങ്കിൽ ഷെൽജ പിന്തിരിഞ്ഞു നിന്നത് കോൺഗ്രസിനെ വലിയ തോതിൽ ഡാമേജ് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം അവർ ഡൽഹിയിൽ വന്നിരുന്നു, രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് തീരുമാനവും പ്രതീക്ഷിച്ചു, ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കാര്യം പോയി. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തൊരു ആദ്യഘട്ടത്തിൽ വന്ന പിഴവ് എന്ന് പറയുന്നത് ഭൂപീന്ദർ ഹൂഡയും ഷെൽജയും അതോടൊപ്പം തന്നെ സുർജേവാലയും ഒക്കെ തന്നെ ഒന്നിച്ച് നിർത്തി ഒരു യോജിപ്പിൻ്റെ ഒരു മുഖം കാണിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. സീറ്റ് നിർണയം വന്നപ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ കല്ലുകടി വന്നിരുന്നു. 90 സീറ്റിൽ ഏകദേശം 70-72 സീറ്റുകൾ വരെ ഹൂഡയുടെ അനുയായികൾക്കാണ് കിട്ടിയത്. ഷെൽജ പറഞ്ഞ ആൾക്ക് പോലും സീറ്റ് കൊടുത്തില്ല. സുർജേവാല പറഞ്ഞ റൗണ്ടുകൾ എത്രത്തോളം നിർണായകമാണ് എന്ന് സംബന്ധിച്ച് കോൺഗ്രസിനും BJPക്കും ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 4/1 സ്ഥലത്തെ വോട്ടുകൾ മാത്രം, 4/1 മണ്ഡലങ്ങളിലെ വോട്ടുകൾ മാത്രമാണ് എണ്ണപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഇനി വരുന്ന മണ്ഡലങ്ങളിലെ വോട്ടുകൾ എത്രത്തോളം നിർണായകമായിരിക്കും? ആരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ് ഇനി പുറത്തു വരേണ്ടത്? മാധു, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന വോട്ടുകൾ വളരെ കുറവാണ്. 1000-1000-ന് താഴെ എന്നൊക്കെയുള്ള നിലയിൽ നമുക്ക് വിലയിരുത്തുന്നുണ്ട് നമ്മൾ. പക്ഷേ എന്തുകൊണ്ട് ആ 1000 ആകുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് അത് കാണേണ്ടത്? കോൺഗ്രസ് അവിടെ വലിയ തോതിൽ ലീഡ് ചെയ്യേണ്ട ഒരു മണ്ഡലത്തിൽ അവിടുത്തെ BJP വിരുദ്ധ വോട്ടുകൾ ചിതറുന്ന ഒരു കാഴ്ചയിലാണ് BJPയുടെ സ്ഥാനാർത്ഥി 1000-500-നോ ലീഡ് ചെയ്യുന്നത്. ആ ട്രെൻഡ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന 100 വോട്ടിനോ ചിലപ്പോൾ 200 വോട്ടിനോ ജയിച്ചിരിക്കാം. ഓരോ വോട്ടായിരുന്നാലും ജയം തന്നെയാണെന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് 10,000 വോട്ടിന് ജയിച്ചാൽ മാത്രമേ ജയമാവുള്ളൂ നമ്മളാരും പറയാറില്ല. അപ്പോൾ ഈ 1000 വോട്ട് മാത്രമായി നിൽക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന് അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമായിരിക്കാം. ആ മണ്ഡലത്തിൽ BJP മുന്നിൽ നിൽക്കുമ്പോൾ BJPക്കെതിരായുള്ള വോട്ടുകൾ INLDയിലേക്കും JJPയിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം കാണണം. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP സ്ഥാനാർത്ഥി ഒരു 1000 വോട്ടിന് മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. ആ കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ അത് ട്രെൻഡായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ BJP ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 45 എന്ന് പറയുന്ന മാജിക് ഫിഗർ കടക്കാനുള്ള സാഹചര്യമാണ് വരുന്ന 2-3 റൗണ്ടുകൾ കഴിയുമ്പോൾ ഉള്ളത്. അവർക്ക് പ്രതീക്ഷയുണ്ട്. അവരുടെ ഈ കണക്കൂട്ടുകൾ വളരെ കൃത്യമായിരുന്നു. ജാതി എങ്ങനെയാണെന്നുള്ള ആ മാട്രിക്സ് കൃത്യമായി അവർ പഠിച്ചു. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു. മറ്റൊന്ന്, ഹരിയാന പോലൊരു സംസ്ഥാനത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു വോട്ടിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ജാട്ട് വിരുദ്ധ വോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് 2014 അവർ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയായി പരീക്ഷിച്ചത്. വീണ്ടും ഒരു തവണ കൂടി പരീക്ഷിച്ചു. അപ്പോഴും ജാട്ട് വിരുദ്ധ വോട്ടുകളാണ് BJPയെ സഹായിച്ചത്. ഏറ്റവും വലിയ പാർട്ടി രണ്ടാമത്തെ തവണയും വന്ന് 40 സീറ്റിൽ BJP ആണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നു. ജാട്ടുകളെ വിശ്വസിക്കാത്ത മറ്റ് ജാട്ട് വിരുദ്ധ സമുദായങ്ങൾ ആ സംസ്ഥാനത്തുണ്ടെന്നുള്ളത്. ഉത്തർപ്രദേശിൽ കണ്ട അതേ കാഴ്ച. യാദവനെതിരെ ഉള്ളൊരു കൺസോൾട്ടേഷൻ മറ്റ് ഹിന്ദു സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് ഹരിയാനയിൽ കണ്ടത്. വീണ്ടും
മൂന്നാമതും അത്തരത്തിലൊരു പരീക്ഷണത്തിന് കോൺഗ്രസ് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുന്നു. ഹൂഡയെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഞാനത് ഇല്ലാന്ന് പറയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദീപേന്ദർ ഹൂഡ 3.5 ലക്ഷം വോട്ടിന്റെ പ്രവർത്തകരിൽ നിന്നും ജയിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജാട്ട് പിന്നെ ദളിത് അതോടൊപ്പം തന്നെ മുസ്ലിം എന്നുള്ളൊരു കോമ്പിനേഷനിലേക്ക് പോയാൽ ജയിക്കാമെന്ന് കരുതി. പിന്നെ ഖട്ടറ മാറ്റി BJP വെച്ചത് ആരെയാണ്? നൈബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിന്റെ ഒരാളെയാണ്. സൈനി അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു BJP ലീഡറൊന്നുമല്ല. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ പേര് തന്നെ എല്ലാവരും കേൾക്കുന്നത്, നൈബ് സിംഗ് സൈനി എന്നുള്ള ഹരിയാനയ്ക്ക് പുറത്തുള്ള ആൾക്കാർ. എന്തുകൊണ്ട് സൈനി വന്നു? അതൊരു പിന്നാക്ക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഈ പിന്നാക്ക വോട്ടെന്ന് പറയുന്നതിന് ഏകദേശം 20% വരും. ആ ഒരു കാൽക്കുലേഷൻ അവർക്ക് അവിടെ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഓരോ 100 വോട്ടും അല്ലെങ്കിൽ ഓരോ വോട്ട് കൊണ്ട് ഒരാൾ ജയിക്കുന്നു എന്ന് കണ്ടാൽ ആ ഓരോ വോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെ ഒപ്പം നിർത്തുന്നതിൽ BJP വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് എല്ലാ ഘടകങ്ങളും എതിരായിരുന്നിട്ടും BJP കൃത്യമായ ഒരു സ്ട്രാറ്റജി അല്ലെ പരീക്ഷിച്ചിരുന്നു എന്നുള്ളത്. തീർച്ചയായും.